ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലെ 7 മണിയായി. നാട്ടിൽ നിന്നുള്ള കോൾ വരുമ്പോഴാണ് സാധാരണ ഇവിടെ എണീക്കുക. ചില സമയത്ത് ആരെങ്കിലും അറിയാതെ ചിലപ്പോൾ 6 മണിക്ക് വിളിക്കും, അപ്പോൾ നേരത്തെ എണീക്കും. അല്ല, ഞാൻ സാധാരണ 5:30 എണീക്കും, പക്ഷേ ചായ ഒന്നും കുടിക്കില്ല. ചായ കുടിക്കുമ്പോൾ 7 മണിയാവും എപ്പോഴും. എന്താ പറയാൻ വന്നത്, ഇന്ന് ശനിയാഴ്ചയാണ്. വീടല്ല, ചായ കുടിച്ച് നമ്മൾ ഒന്ന് സൈക്ലിങ്ങിന് ഇറങ്ങണം. കൂടാതെ ഇന്ന് അഡിഡാസിൻ്റെ സാമ്പിൾ സെയിലിന് ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിനോട് പോകണം. ഞാൻ വീഡിയോ എടുക്കുന്നില്ല, അപ്പോൾ അതിനോട് അച്ഛൻ്റെ അടുത്ത് കൂടെ നിൽക്കണം ഒന്ന് വന്നു. അപ്പോൾ സാമ്പിൾ സെയിലിന് പോകണം. പിന്നെ ഇവിടുന്ന് എത്ര 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് അല്ല, കുറച്ച് എന്തായാലും ഒരു 10 കിലോമീറ്ററിന് അകത്തായിരിക്കും സംഭവം. അപ്പോൾ സൈക്കിളിൽ അപ്പോൾ റെഡി ആവണം, ഫുഡൊക്കെ കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 9 മണിക്ക് സ്ലോട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് 8 മണിക്ക് പോയാലേ നമ്മൾ 9 മണിയാകുമ്പോഴേക്ക് എത്തുള്ളൂ. ഇവരും സൈക്കിളോട്ടുന്നുണ്ട്, ഇവരും സൈക്കിളോട്ടുന്നുണ്ട്. ആര് സൈക്കിളോട്ടുമ്പോൾ കുറച്ച് മെല്ലെ പോലും. പിന്നെ നമുക്ക് റൂട്ട് അറിയില്ല, റൂട്ട് വെച്ചോണം. പിന്നെ ഹൈവേയിൽ പോയാൽ ശരിയാവില്ല, അപ്പം കുറച്ച് ഉള്ളിലൂടെ നല്ല ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൂടെ പോകണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അറിയാം, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം. ഹലോ, അപ്പോൾ ഞാനെല്ലാം ഫുള്ള് റെഡിയായി പുറത്തോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ കുറേ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. വീട്ടിനകത്തൊരു ഭൂകമ്പം നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി, എല്ലാവരും റെഡിയാക്കി ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പുറത്ത് വന്നൊന്ന് സീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ അവർ വരുമ്പോഴേക്കൊന്ന് വിചാരിച്ച് അവർ സെറ്റായി. അപ്പോൾ അങ്ങനെ റെഡിയാക്കി സൈക്കിളിൽ പോകണം എന്ന് വെച്ചാൽ ഫുള്ള് നനഞ്ഞിരിപ്പുണ്ട് അവിടെ മൊത്തം ഇന്നലത്തെ മഴയിൽ. ആരെല്ലാം പോകുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട്. എന്താ അടിപൊളി സീനാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി. വീഡിയോ എടുത്താൽ എന്താ പറയുക കുഴപ്പം, അവർ സിഗ്നൽ ക്രോസ് ചെയ്ത് പോയി, അവരങ്ങിപ്പോൾ എത്തി. ഇനിയിപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യണം, അപ്പോൾ ഞാൻ ലേറ്റാവും. പിന്നെ എൻ്റെ കയ്യിൽ മാപ്പില്ല, ഒരാൾ മാത്രമാണ് മാപ്പ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് കയറ്റാണ്. അവൾ പെട്ടു, അവൾ സൈക്കിൾ നടത്തിച്ചുകൊണ്ടിരുന്നുണ്ട്. സംഭവം നമുക്ക് 9 മണിക്കാണ് സ്ലോട്ട്. നമ്മൾ എത്തുമ്പോൾ തന്നെ ഇപ്പോൾ അതെത്രയായി, 9:10. നമുക്കാകെ 9:45 വരെ മാത്രമേ സമയമുള്ളൂ. ഓൾറെഡി എല്ലാവരും കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ വലിയ കൂടുതലായിട്ട് എടുക്കാനൊന്നും പ്ലാനും ഇല്ല പോരെങ്കിൽ നമുക്ക്. കാരണം നമ്മളറിയാതെ വാങ്ങിച്ചാൽ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ കളയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും വാങ്ങിക്കാറില്ല. ഫസ്റ്റ് 2 വർഷം കുറേ ചെറുപ്രായ വാങ്ങിച്ചു കൂട്ടി നാട്ടിൽ പോകുമ്പോഴേക്കും എല്ലായിട്ട്. പക്ഷേ ചിലപ്പോൾ ഒന്നും സൈസ് കണക്കാവില്ല, ചിലപ്പോൾ നമ്മൾ സമയമെടുത്ത് വാങ്ങിക്കുന്നതല്ലോ, പറക്കുന്നതല്ല, പെട്ടെന്ന് എടുക്കുന്നതല്ലോ. അതുകൊണ്ട് നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ ഇതെന്ത് പോയിട്ട് നോക്കുമ്പോഴേക്കും അത് ഭയങ്കര ബോറായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത് ഇപ്രാവശ്യം. എന്നാലും പോയി നോക്കാം, ഈ സമയത്ത് നമ്മൾ കയറ്റുമെന്ന് അറിയില്ല. ഇതാണ് കേട്ടോ അഡിഡാസിൻ്റെ ക്യാമ്പസ്, ഹെഡ് ക്വാർട്ടേഴ്സ്. അതിനകത്തുള്ള സംഭവമൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ.
നമ്മൾ എത്തുമ്പോൾ തന്നെ 9:08 9:10 പിന്നെ നമ്മൾ 10 മണിക്കത്തെ സ്ലോട്ടിന് അവർ കയറാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 9 മണിക്കത്തെ സ്ലോട്ടിന് തന്നെ കയറി. ഒന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ച് കയറിയതാണ്. സെലക്ട് ചെയ്ത് 1-2 സാധനം വാങ്ങിക്കാമെന്ന് വെച്ച്. അത് കഴിഞ്ഞ് അഡിഡാസിൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെ പോയി അവിടുന്ന് ഇവർക്കുള്ള സ്പോർട്സ് ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ വിചാരിച്ചാണ് പ്ലാൻ ചെയ്താണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പിള്ളേർക്ക് 2 ആൾക്കുള്ള സ്പോർട്സ് ഡ്രസ്സിൻ്റെ നല്ല നല്ല വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കാനുള്ളതായിട്ടുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ കാണുമ്പോൾ തോന്നി കുറച്ചെണ്ണം വാങ്ങിക്കാമെന്ന്. അങ്ങനെ കുറച്ച് സാധനം വാങ്ങിച്ചു. അതോടൊപ്പം ഒരു ബാഗും കിട്ടി, നല്ല അഡിഡാസിൻ്റെ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അഡിഡാസിൻ്റെ ബാഗിന് ചെറിയ റേറ്റ് ആയിരിക്കും. പിന്നെന്താ സൈക്കിളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്താനായി. സാധനമൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയാൽ പിന്നെ ഫുള്ള് തിരക്കായിരിക്കും. പിന്നെ എനിക്ക് ബൈ പറയാൻ പറ്റില്ല. കാരണം വീട്ടിലെത്തി പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയമായി. അതുകൂടാതെ ഒരാൾക്ക് ചായ, ഒരാൾ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഫുള്ള് കച്ചറായി. പിന്നെ ഒരാൾക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ബൈ പറയാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട, ഞാൻ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഷോർട്സിൽ. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. നല്ല രസമാണ് ഇവിടുത്തെ സ്കൂളിൻ്റെ മുമ്പിലുള്ള സ്ഥലം. ഇവിടുന്ന് ഞാൻ ഇത് ഫുൾ ഐസാവും തണുപ്പിൽ. ആ സമയത്തുള്ളൊരു വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മുകളിലൂടെ നടക്കുന്നതൊക്കെ. ഇപ്പോൾ ഇതിൽ ഫുൾ ആമ്പൽ പോലെയുള്ളൊരു പൂവായിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം. വേണ്ട, ഇതിൽ മൊത്തം ആമ്പൽ പോലത്തെ ഒരു പൂ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം ഐസാവും വിൻ്ററാകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്യാനൊക്കെ പറ്റും നടന്നിട്ട് വേണമെങ്കിൽ. പക്ഷേ നടക്കുന്നത് ലീഗലി അലൗഡ് ആയിരിക്കില്ല ചിലപ്പോൾ. ഞാൻ ഇവിടുന്ന് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. രസമല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണേ. പറയാം. വേറെ എന്തെങ്കിലും വീഡിയോസ് കാണണമെങ്കിൽ പറയാം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.